Okay. Determine the depth at which circular foundation 2 meter in diameter be founded to provide a factor of safety of 3 if it has to carry a safe load of 1600. Soil has the property C is equal to 10 kilonewton per meter square, gamma equal to 18 kilonewton per meter cube, phi is equal to 30 degree. Assume general shear failure. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, സർക്കുലർ ആണ്, ഒരു സേഫ് ലോഡ് ഹാൻഡിൽ ചെയ്യണം 1600 കിലോ ന്യൂട്ടൺ. ആ ഫൗണ്ടേഷൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഡെപ്തിൽ നമ്മൾ ആ ഫൗണ്ടേഷൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾക്കൊണ്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സേഫ് ലോഡാണ്. സേഫ് ലോഡാണ് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? സേഫ് ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? സേഫ് ലോഡാണ്. അപ്പൊ സേഫ് ലോഡ് എന്ന് പറയുന്നത് എന്താണ്? അലൗബിൾ ലോഡാണ്. അതായത് നമുക്ക് സേഫ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കാം? സേഫ് ലോഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ QS ആയിരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കാം? സ്മോൾ ലെറ്റർ QS ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? സേഫ് ലോഡാണ് നമുക്ക് തന്നിരിക്കണേ. അങ്ങനെയെങ്കിൽ നമുക്ക് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഇൻറ്റു ഏരിയ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും എന്ത് കിട്ടുക? സേഫ് ലോഡ് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ഗ്രോസ് ലോഡ് നമുക്ക് കിട്ടണം. അപ്പം ഇതിൽ QS എന്ന് പറയുന്ന സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമായിരിക്കും? ഡെപ്ത് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. ക്ലിയർ ആയോ? ഹലോ, ഇന്ന് എല്ലാവരും എന്തെങ്കിലും മിണ്ടാതിരിക്കണേ? റിസൾട്ട് വന്നതിന്റെ ഹാങ് ഓവറിലാണോ? ഹലോ, അല്ല, എല്ലാരും എന്താ ഒരു റിയാക്ഷൻ ഇല്ലാതിരിക്കണ? റിസൾട്ട് വന്നതിന്റെ ഒരു ഇതിലാണോ എല്ലാരും? റിസൾട്ട് നമ്മൾ എന്നും വരുന്നല്ലോ, അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. ഓക്കെ. അല്ല, എന്നാ റെസ്പോൺസ് വേണം ക്ലാസ്സിൽ കേട്ടോ. റിസൾട്ട് ഞാൻ ഇൻഡിവിജ്വലി നോക്കിയില്ല, ജസ്റ്റ് ആ PDF കണ്ടോളൂ. എനിക്ക് അതുകൊണ്ട് ആരൊക്കെ പാസ്സായി ആരൊക്കെ പാസ്സായില്ല എനിക്ക് അറിയില്ല. നിങ്ങൾ മാർക്ക് നോക്കുക. ഇനി പാസ്സാവാത്തവർ എബവ് ഒരു 35 ഒക്കെ ഉണ്ട് എങ്കിൽ റീവാലുവേഷൻ കൊടുക്കുക. GT ആണെങ്കിൽ ചിലപ്പോൾ കിട്ടാം. 35 എങ്കിലും ഉള്ളവർ മാത്രം കൊടുത്താൽ മതി. 35 to 40 ഇടയ്ക്കുള്ളവർ 30 to 33 ഒക്കെ വരുമ്പോൾ കൊടുത്താൽ കിട്ടുമെന്ന് കൺഫ്യൂഷനാണ്. ചിലപ്പോൾ കിട്ടും, ചിലപ്പം നമ്മുടെ ലക്ക് പോലിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വലി എനിക്ക് അറിയില്ല റിസൾട്ട്. ഞാൻ ജസ്റ്റ് ഏകദേശം ഒന്ന് നോക്കിയുള്ളൂ. അതെങ്ങനെ മെസ്സേജ് 39 നിർത്തണം എങ്ങനെയാ? 39 കിട്ടിയത്? അല്ലാതെ എങ്ങനെ നിർത്തണം? അത് എങ്ങനെ സാധിക്കണം നിങ്ങൾക്ക്? ഇവാലുവേഷൻ ചെയ്ത ആൾക്കാർക്ക് എങ്ങനെ 30 ലൈൻ നിർത്താൻ പറ്റണേ? അതെനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ നോക്കുമ്പോ 39 എവിടെയെങ്കിലും ഒരു അരമാർക്ക് 2 അരമാർക്ക് കൂടി അതാക്കി കൊടുക്കാറുണ്ട്. അല്ല, 630 റിവാലുവേഷൻ വരുന്നത് കൊണ്ടാണോ നിങ്ങൾ ഈ 39 നിർത്തണേ? അത് എന്നോട് ചോദിക്കരുത്, യൂണിവേഴ്സിറ്റിയോട് ചോദിക്കണം. അല്ല, ഈ വാലുവേഷൻ കൂടെ നിങ്ങളൊക്കെ തന്നെയല്ലേ, വേറെ ആരുമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ കേസല്ലേ പറയാൻ പറ്റുള്ളൂ. വല്ല സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കണമെങ്കിൽ ചിലപ്പോ അവര് നോക്കൂല. അല്ല, ഈ 39 കിട്ടി ഒരാൾക്ക് ഒരു മാർക്ക് ഇട്ട് കൊടുത്ത് P ഇട്ട് കൊടുക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിക്കണേ. ഇനി ആ റിവാലുവേഷനുള്ള 630 രൂപ മേടിക്കണം. നല്ല കാര്യം ഉണ്ടോ ചെയ്തോണ്ടിരിക്കണേ? ഇത് ഞാൻ എന്തായിട്ട് ചെയ്ത പോലെ സംസാരിക്കണേ. അല്ല, ശമ്പളം അല്ല, യൂണിവേഴ്സിറ്റിക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ ഞങ്ങൾ പേപ്പറിലൊന്നും വായിക്കുന്നുണ്ട്. അതിന് പകരം ചെയ്യണോ? യൂണിവേഴ്സിറ്റിക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ ഞങ്ങളിൽ നിന്ന് മേടിക്കുന്നതാണ് പൈസ. അത് ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇല്ല, ഇത് മനസ്സിലാവണല്ലോ ഞങ്ങൾക്ക്. ഈ 39ലും 38ലും 37ലൊക്കെ നിർത്തുന്ന സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആരെങ്കിലും മേടിക്കുന്ന പേപ്പറാണ്. അവർ ആൻസർ
അത് കഴിഞ്ഞ ഒരു അരമാസം കൂടെ അവനെ ജയിപ്പിക്കാന്നുള്ള മനസ്ഥിതിയിലായിരുന്നു. കുഴപ്പമില്ല, ഞങ്ങളൊക്കെ വല്ലതൊക്കെ മറ്റേ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ വല്ലതൊക്കെ സംഭവിച്ചു പോട്ടോ. ഈ 1 മാർക്ക് 2 മാർക്കിനൊക്കെ ഞങ്ങളെ തോൽപ്പിക്കണേ. തമാശ പറഞ്ഞല്ല, ഞങ്ങളും വാലുവേഷൻ പോകുന്ന ആൾക്കാരാ. ഒരു കാര്യത്തിന് ചെല്ലുന്ന സമയത്ത് ഈ 1 മാർക്ക് ഒരു 6 മാർക്ക് വരെ 5 മാർക്ക് വരുന്ന കേസുകളൊക്കെ ഞങ്ങൾ പാസ്സാക്കും. എങ്ങനെ തോണ്ടി? ഇത് 39, 38 കിട്ടിയാണ് ആൾക്കാരെ തോൽപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമുണ്ട് അതൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലൂമി ആയിട്ടിരിക്കണേ ഞങ്ങള്. ചെയ്യ ഇന്ന് ഷിജു ഇല്ലേ, ആകെ കൂടി ക്ലാസ് ഒരു ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ എന്റെ ദിവസം യാത്രയിലാ, അതുകൊണ്ട് ഇടയ്ക്ക് എന്റെ ഫോൺ ഓഫ് ആവാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് 13 ചാർജേ ഉള്ളൂ. തിരുവനന്തപുരം പോയപ്പോ പറഞ്ഞൊരു മീറ്റിങ്ങിന് തിരിച്ച് വന്നോണ്ടിരിക്കാം. കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും. അത് എപ്പോഴാ കട്ടാവണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡെപ്ത് ആണ് കണ്ടുപിടിക്കണ്ടേ. സേഫ് ലോഡ് തന്നിട്ടുണ്ട്. അപ്പൊ സേഫ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഇൻറ്റു ഏരിയ ആണ്. അപ്പം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡെപ്ത് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കാണണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് ചെയ്യണം. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണണം, നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണണം. അങ്ങനെയെല്ലാം കണ്ട് DFന്റെ ടേംസിൽ നമുക്ക് ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസിന് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡെപ്ത് കണ്ടുപിടിക്കാം. അപ്പം എഴുതുക, അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ എഴുതുക. സർക്കുലർ ഫൂട്ടിംഗ് ആണ്. ഇക്വേഷൻ മാറിപ്പോകരുത്, മാറിപ്പോയ ഒരു മാർക്കും കിട്ടില്ല. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും ഇൻ ടേംസ് ഓഫ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. തനിയെ ചെയ്ത് നോക്ക്. ഇപ്പൊ 2-3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ? കിട്ടുന്നുണ്ടോ? അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻ കിട്ടിയോ? NC-ന്റെ വാല്യൂ ടേബിൾ ഞാൻ തന്നിട്ടുണ്ട്. ആ ടേബിൾ നോക്ക്. ജനറൽ ഷിയർ ഫെയിലിയർ ആണ്, 5 ആണ്. NC-NQന്റെ വാല്യൂ ടേബിളിൽ നിന്ന് കിട്ടും. അതിനുശേഷം QS വരെ കാണാം. DFന്റെ ടേംസിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. എന്നിട്ട് സേഫ് ലോഡ് ക്യാപിറ്റൽ QS ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ QS ഇൻറ്റു ഏരിയ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കിട്ടും. DF ആൻസർ കിട്ടിയോന്ന് നോക്കിയിട്ട് പറ.
ലാബ് ഉണ്ടോ നിങ്ങൾക്ക് ഈ ആഴ്ച? ഉണ്ട് സർ. ഉണ്ട്. ഉണ്ട്. കിട്ടിയോ? Q is equal to ആൻസർ കിട്ടിയോ? കിട്ടി. ഇനി QNU കണ്ടുപിടിക്കുക. ഇതുപോലൊരു ഇക്വേഷൻ കിട്ടും DFന്റെ ടേംസിൽ. അതിനുശേഷം QNS കാണാം, ദെൻ QS കാണാം. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡെപ്ത് കിട്ടും. QNU ഇതാണ് കിട്ടിയത്. കിട്ടിയ ആൻസർ. ദെൻ QNS കാണാം, QS കാണാം. പ്ലസ് അല്ലേ മിസ്സേ? QNU മൈനസ് ആണ്. ഒരു സെക്കൻഡ്. 59.16 പ്ലസ് 387 DF അല്ലേ? പ്ലസ് 387. പ്ലസ് ആണ്. അത് ഇട്ടത് മാറിപ്പോയതാ. ഓക്കെ, താഴെ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 129 പ്ലസ് ആണ്, പ്ലസ് ആണ്.
ഡെപ്ത് കിട്ടിയോ? 1.97. 1.97. എല്ലാവർക്കും കിട്ടിയോ? ഇല്ല മിസ്, ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞു. എല്ലാവർക്കും കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പൊക്കോട്ടെ. ഹലോ. ഓക്കെ. ഇതിനകത്തൊരു നെക്സ്റ്റ് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എനിക്കായും പറയണേ. Miss, find the size of the square. The square footing. Size of the square footing if it is placed on the ground surface. A column carries a load of 1000 kilonewton. The soil is dry sand weighing 19 kilonewton per meter cube, having phi is equal to 0, 40 degree. A minimum factor of safety 2.5 is required. N gamma 42, NQ 21. Assume gamma SAT is equal to 21 kilonewton per meter cube. Find the size of the square footing if it is placed on ground surface. ഒരു കോളം ഉണ്ട്,
അതിലൊരു ലോഡുണ്ട് 1000 കിലോ ന്യൂട്ടൺ. അതിരിക്കുന്നത് ഒരു ഡ്രൈ സാൻഡിലാന്ന് പറഞ്ഞു. സാൻഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക കോഹഷൻ 0 ആണ്. അപ്പോൾ NC-യുടെ വാല്യൂ 0 ആയിരിക്കും. വെയിറ്റ് തന്നിട്ടുണ്ട്, 5 വാല്യൂ തന്നിട്ടുണ്ട്. അതിൽ കൺസിഡർ ചെയ്യുന്ന ഒരു മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി 2.5 ആണ്. N ഗാമ NQ നമുക്ക് തന്നിട്ടുണ്ട്. ഗാമ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സൈസിലുള്ള ഫൂട്ടിംഗ്, സ്ക്വയർ ഫൂട്ടിംഗ് നമ്മൾ കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെ? ഗ്രൗണ്ട് സർഫസിലാണ് നമ്മൾ ആ ഫൂട്ടിംഗ് കൊടുക്കുന്നതെങ്കിൽ. ഇതാണ് ക്വസ്റ്റ്യൻ. തനിയെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഡ്രൈ സാൻഡാന്ന് പറയുമ്പം NC 0 എന്ന് മനസ്സിലാക്കുക. ഫൂട്ടിംഗ് കൊടുക്കുന്നത് ഗ്രൗണ്ട് സർഫസിലാന്ന് പറഞ്ഞു. അപ്പം അതിനർത്ഥം എന്താണ്? ഡെപ്ത് ഓഫ് ദി ഫൂട്ടിംഗ് 0 ആണ്. ഓക്കെ, DF-ന്റെ വാല്യൂ 0 ആണ്. സ്ക്വയർ ഫൂട്ടിംഗ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്ന ലോഡ് 1000 കിലോ ന്യൂട്ടൺ ആണ്. അത് നമ്മൾ എന്ത് ലോഡായിട്ട് കൺസിഡർ ചെയ്യണം? സേഫ് ലോഡ് ആക്കണോ, നെറ്റ് സേഫ് ലോഡ് ആക്കണോ, അൾട്ടിമേറ്റ് ലോഡ് ആക്കണോ? ഏത് ലോഡായിട്ട് വേണം നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാൻ? സിംപ്ലി ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റിയും പക്ഷെ തന്നിട്ടുണ്ട്. ഏത് ലോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? സേഫ് ലോഡായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണ എന്ത് ബിയറിംഗ് കപ്പാസിറ്റിയാ? നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചിന്തിക്കുക, സിംപ്ലി നമുക്ക് ലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ നെറ്റ് സേഫ് ലോഡായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് QNS, ക്യാപിറ്റൽ ലെറ്റർ QNS. നെറ്റ് സേഫ് ലോഡാണ് എന്ത്? 1000 കിലോ ന്യൂട്ടൺ എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ താഴെ ഗിവൺ ഡീറ്റെയിൽസ് എഴുതാം. NQ-ന്റെ വാല്യൂ അറിയാം, N ഗാമ അറിയാം, NC അറിയാം കാരണം ഡ്രൈ സാൻഡ് ആണ്. അതുപോലെ തന്നെ ഫൈയുടെ വാല്യൂ അറിയാം, ഫാക്ടർ ഓഫ് സേഫ്റ്റി അറിയാം. ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് 0 ആണ് കാരണം കോളം ഗ്രൗണ്ട് സർഫസിലാണ് നമ്മൾ ഫൂട്ടിംഗ് കൊടുക്കുന്നത്. ഇത്രയും കാര്യം ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ ആണോ? QNS ആയിട്ട് എടുത്തത് എങ്ങനെയാന്ന് പറയാം. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഈ പറഞ്ഞത് ക്ലിയർ ആയോ? NC 0 കാരണം ഡ്രൈ സാൻഡ് ആണ്. ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് 0 ആണ് കാരണം നമ്മൾ ഗ്രൗണ്ട് സർഫസിലാണ് ഫൂട്ടിംഗ് കൊടുക്കുന്നത്. ഇനി അസ്യൂം ചെയ്യാം നമ്മൾ കൊടുക്കാൻ പോണ ഫൂട്ടിങ്ങിന്റെ സൈസ് B മീറ്റർ ബൈ B മീറ്റർ ആണെന്ന് പറയാം. കൊടുക്കാൻ പോകുന്ന സ്ക്വയർ ബീം അല്ല കേട്ടോ, സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ സൈസ് B ബൈ B മീറ്റർ ആണെന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ലോഡ് എന്ന് പറയുന്നത് സിംപ്ലി 1000 കിലോ ന്യൂട്ടൺ ആണ്. അതിനെ 1000 കിലോ ന്യൂട്ടൺ ലോഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ നെറ്റ് സേഫ് ലോഡാക്കി കൺസിഡർ ചെയ്യണം. ഓക്കെ, നെറ്റ് സേഫ് ലോഡ് എന്ന് കൺസിഡർ ചെയ്യാൻ വേറൊരു കാരണം, നമുക്കൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട് 2.5 ആണെന്ന്. ആ ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്ന സ്ഥിതിക്ക് നമുക്ക് നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ആണ് കാണാൻ പറ്റണേ. ഓക്കെ, ആ ഒരു കൺസിഡറേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കാണുന്നത് എങ്ങനെയാ? QNU ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. അപ്പൊ ഈ QNS ആണ്. QNS എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ എളുപ്പം, അല്ലെങ്കിൽ QNS ആണ് നമുക്ക് ശരിക്കും ഈ ഫാക്ടറി സേഫ്റ്റി തന്നിരിക്കുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ. അതുകൊണ്ട് നമ്മൾ പറയും തന്നിരിക്കുന്ന ലോഡ് നെറ്റ് സേഫ് ലോഡാണ്. അപ്പൊ നമുക്ക് എഴുതാം QNS is equal to സ്മോൾ ലെറ്റർ QNS into ഏരിയ ആയിരിക്കും. തിരിച്ചു വിചാരിച്ചൂടാ സാർ? എങ്ങനെ? QNU ആണ് തന്നേക്കുന്നതെന്ന് വിചാരിച്ചൂടാ?
QNU ആണ് സാധാരണ നമ്മൾ തരുമ്പം ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് സേഫ് ലോഡ് ആയിട്ടാണ് ചെയ്യാറ്. ഇൻ കേസ് നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, സിംപ്ലി ലോഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അപ്പം നമ്മൾ അതിനെ QNU നെറ്റ് അൾട്ടിമേറ്റ് ലോഡ് ആയിട്ട് എടുത്ത് ചെയ്യും. നമ്മളിവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നേക്കണോണ്ടാണ് നമുക്ക് നെറ്റ് സേഫ് ലോഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യാനുള്ള ഒരു കാരണം. നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ സേഫ് വെയർ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ലോഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടില്ല എങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല ചിന്തിക്കാൻ. നെറ്റ് അൾട്ടിമേറ്റ് ലോഡ്, മാക്സിമം കൊടുക്കാവുന്ന ലോഡ്, ആ രീതിയിൽ കൺസിഡർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ QNU എന്ന് കൊടുക്കാം. ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പൊ QNS കണ്ടുപിടിക്കണം. QNS കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? QNU ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണണം. QNU കാണണമെങ്കിൽ QU മൈനസ് ഗാമ DF കാണണം. അതാണ് താഴെ എഴുതി വെച്ചത്. QNS ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ QNS ഇൻറ്റു ഏരിയ ആണ്. അതായത് 1000 ഈസ് ഈക്വൽ ടു QNS ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞ് സ്ക്വയർ ഫൂട്ടിങ് ആകുമ്പോൾ B സ്ക്വയർ വരും. ഓക്കെ, അപ്പം QNS എങ്ങനെ കാണാം? QNU ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. QNU എന്ന് പറഞ്ഞാൽ QU ബൈ ഗാമ DF ആണ്. അപ്പം അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണാം, നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണാം, ദെൻ QNS കാണാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൈസ് കണ്ടുപിടിക്കാം. സ്ക്വയർ ഫൂട്ടിംഗ് ആണ് കേട്ടോ. നമ്മൾ QUൻ്റെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ നോക്കി കൊടുക്കണം. ഫൂട്ടിങ് ഏത് സൈസാണ്, ഏത് ഷേപ്പാണ് നോക്കി കൊടുക്കണം. സ്ക്വയർ ആണോ, റെക്റ്റാങ്കുലർ ആണോ, സർക്കുലർ ആണോ എന്ന് നോക്കിയിട്ട് വേണം ബിയറിംഗ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എഴുതാൻ. തിരിഞ്ഞു പോകരുത്. വാല്യൂ മാറിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അതിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ഇക്വേഷൻ തെറ്റിപ്പോയാൽ മാർക്ക് കിട്ടില്ല. എന്നാൽ ഇക്വേഷൻ അറിയാമെങ്കിൽ സുഖമായിട്ട് ചെയ്യാനും പറ്റും. QU ഇക്വേഷൻ കിട്ടും. ത്രീ 192.B എന്ന് കിട്ടിയോ? QU is equal to QNU അത് തന്നെ കിട്ടും. QNS 127.6B എന്ന് കിട്ടും.
കിട്ടുന്നുണ്ടോ? ഹലോ, ചെയ്യാം സർ. ചെയ്യാം സർ. കിട്ടുന്നുണ്ടോ ഇത് 319? അത് കിട്ടിയിരുന്നു. ഓക്കെ ഓക്കെ. ഒരു 1.98 ഒക്കെ വരും സർ. 1.98 ആണ്. എത്രയും മീറ്റർ? മിസ്സേ QNS എടുത്തോ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവോ? QNS നമുക്ക് ഇങ്ങനെ ചിന്തിക്കുക. ക്വസ്റ്റ്യനിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്, സിംപ്ലി ലോഡ് എന്നാണ് പറഞ്ഞതെങ്കിൽ അതിന് എന്തായിട്ട് എടുക്കുക? നെറ്റ് സേഫ് ലോഡായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി സിംപ്ലി ലോഡ് അതിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ എങ്കിൽ അതിനെ നെറ്റ് അൾട്ടിമേറ്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സാധാരണ QNU ആയിട്ട് ചെയ്താൽ മതി, ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടില്ലെങ്കിൽ. സാധാരണ കേസിൽ ഇങ്ങനെ ലോഡ് തന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റികൾ തന്നിട്ടാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളൂ ഞാൻ. അല്ലാതെ ഫാക്ടർ ഓഫ് സേഫ്റ്റി തരാതെ ജസ്റ്റ് ലോഡ് തന്ന് കണ്ടിട്ടില്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും. അങ്ങനെ ഞാൻ കണ്ടതായിട്ട് ഓർക്കണം. ടെക്സ്റ്റിലാണെങ്കിലും അങ്ങനെ ഒരു കേസ് ഓർക്കണില്ല. എപ്പോഴും ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടെ തന്നിട്ടാണ് കണ്ടിട്ടുള്ളൂ. അപ്പം ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നെറ്റ് സേഫ് ലോഡായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ അവർ പറയും എന്ത് ലോഡാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. സാധാരണ അങ്ങനെയാണ് കണ്ടേക്കണേ. ഇൻ കേസ് തരാത്ത സാഹചര്യങ്ങളിലാണ് ഇങ്ങനെയുള്ള ഇത് വരുന്നത്, കൺഫ്യൂഷൻസ് വരും. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഒരു സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും യൂസ് ചെയ്തോ? ഒരു ഗാമാസാറ്റിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, ഒരെടുത്ത് യൂസ് ചെയ്തില്ല. അപ്പം അതുപോലുള്ള ചില ടേംസ് നമുക്ക് തരാം, യൂസ് ചെയ്യേണ്ടതല്ലാത്ത. അത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്. ഇപ്പം നമ്മൾ ചെയ്ത ഈ സെക്ഷനിൽ നമ്മൾ ചെയ്തപ്പം വാട്ടർ ടേബിൾ എവിടെയാണെന്നോ വാട്ടർ ടേബിളിന്റെ ഇഫക്റ്റ് കൊണ്ട് ബിയറിംഗ് കപ്പാസിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊന്നും നമ്മൾ പഠിച്ചില്ല. സിംപ്ലി ഒരു സോയിൽ ഉണ്ട്, അത് ഡ്രൈ കൊഹഷൻ ആണോ കൊഹഷൻലെസ് ആണോ എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും പ്രോബ്ലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇഫക്റ്റ് ഓഫ് വാട്ടർ ടേബിൾ ഓൺ ബിയറിംഗ് കപ്പാസിറ്റി. വാട്ടർ ടേബിൾ വന്നു കഴിയുമ്പം ബിയറിംഗ് കപ്പാസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്. ഇതും ഒരു 3-4 കേസ് ഉണ്ട്. നമ്മൾ ഇക്വേഷൻ പറയുമ്പം സാധാരണ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ ഇക്വേഷനിലാണ് പറയുന്നത്.
പക്ഷേ സ്ക്വയറോ സർക്കുലറോ റെക്ടാങ്കുലറോ ആകുമ്പം അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുത്തി വേണം പ്രോബ്ലം ചെയ്യാൻ. ക്ലിയർ ആയോ? സാധാ ബേസിക് ഇക്വേഷൻ സ്ട്രിപ്പ് ഫൂട്ടിംഗ് വെച്ചിട്ട് തന്നെയാണ് വാട്ടർ ടേബിളിലെ കേസും പറയുന്നത്. പക്ഷേ പ്രോബ്ലം വരുമ്പോൾ സ്ക്വയറോ സർക്കുലറോ ഒക്കെ ചോദിക്കാം. അപ്പം അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുകയും വേണം. വാട്ടർ ടേബിൾ അപ്ലൈ ചെയ്യുമ്പോൾ വാട്ടർ ടേബിളിൻ്റെ ഇത് വരുമ്പോൾ പൊസിഷൻ വെച്ചിട്ട് ആ ഇക്വേഷനിൽ എന്ത് വ്യത്യാസമാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് ഇതാണ്, ഇഫക്റ്റ് ഓഫ് വാട്ടർ ടേബിൾ ഓൺ ബിയറിംഗ് കപ്പാസിറ്റി. ഫസ്റ്റ് കേസ് വെൻ ദ വാട്ടർ ടേബിൾ ഈസ് അറ്റ് ഗ്രൗണ്ട് സർഫസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസിലാണ്. അങ്ങനെയെങ്കിൽ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി QU കാണാനുള്ള ഇക്വേഷൻ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, CNC പ്ലസ് ഗാമ ഡാഷ് DF പ്ലസ് NQ പ്ലസ് 0.5 ഗാമ ഡാഷ് B N ഗാമ. വാട്ടർ ടേബിള് ഗ്രൗണ്ട് സർഫസിലായതുകൊണ്ട് രണ്ടാമത്തെ ടേം തൊട്ടുള്ള ഗാമ എന്താക്കണം? സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റിൽ വേണം ചെയ്യാൻ. ഗാമ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാമ സാറ്റ് മൈനസ് ഗാമ W ആണ്. ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ ഗാമ സാറ്റ് മൈനസ് ഗാമ W ആണ്. രണ്ടിലും സെക്കൻഡ് ടൈമിലും തേർഡ് ടൈമിലും ഉള്ള യൂണിറ്റ് വെയിറ്റ്, സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റിന് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് വേണം കൺസിഡർ ചെയ്യാൻ. ക്ലിയർ ആയോ? കാരണം വാട്ടർ ടേബിൾ മുകളിലാണ്, അപ്പോൾ ബാക്കി താഴേക്കുള്ള സോയിലിലൊക്കെ എന്തുണ്ട്? ആ വാട്ടർ ടേബിളിൻ്റെ ഇഫക്റ്റ് ഉണ്ട് സ്ട്രെസ്സിൽ, അതുകൊണ്ട് ഈ വെയിറ്റിൽ. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും നമ്മൾ എന്ത് ചെയ്യണേ? ഗാമയുടെ പകരം ഗാമ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ എഴുതാം, കേസ് 1 എന്ന് എഴുതാം, ഫിഗർ വരയ്ക്കാം. ഗാമ ഡാഷ് അറിയില്ലെങ്കിൽ എഴുതി വെച്ചോളാം, ഗാമ സാറ്റ മൈനസ് ഗാമ W. ഓക്കെ, എഴുതിയോ? ഫിഗർ വരയ്ക്കണം കേട്ടോ, ഫിഗർ വരച്ചിട്ട് എഴുതണേ. ഫിഗർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയണം, അതിനനുസരിച്ച് വേണം ഇക്വേഷൻസ് എഴുതാൻ. ഈ സ്റ്റാൻഡേർഡ് കേസാണ്. അപ്പോൾ ഇത് എഴുതിയേക്കുന്നത് സ്ട്രിപ്പിൻ്റെ കേസിലാണ്. സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതിയേക്കണേ. സ്ക്വയറോ സർക്കുലറോ ഒക്കെ ആകുമ്പം അതിനനുസരിച്ച് ആ ഇക്വേഷനിൽ കറസ്പോണ്ടിങ് ഇവിടെ എന്താണോ ചേഞ്ച് ഉള്ളത് ആ രീതിയിൽ ചേഞ്ച് ചെയ്യണം. ഈ വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസിൽ വന്നുകൊണ്ടാണോ ഗാമ ഡാഷ്? അത് രണ്ടിടത്തും ഗാമ ഡാഷ് വരണം. കാരണം നമുക്ക് ശരിക്കും ബേസിക് ഇക്വേഷൻ എന്തേ ഉള്ളൂ? ഒരു സ്ട്രിപ്പ് ആണെങ്കിൽ സാധാരണ ഇക്വേഷൻ എന്തായിരുന്നു? CNC പ്ലസ് ഗാമ DF NQ പ്ലസ് 0.5 ഗാമ B N ഗാമ ആയിരുന്നു അല്ലേ? വാട്ടർ ടേബിൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൽ. ഇവിടെ വാട്ടർ ടേബിൾ വന്നപ്പോൾ എന്താ വ്യത്യാസം വന്നേ? സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും ഉള്ള ഗാമ എന്തായി? സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആയി. കാരണം വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസിലാണ്, താഴേക്കുള്ള സോയിലിൽ അപ്പോൾ എന്തുണ്ട്? വാട്ടർ ടേബിൾ അല്ലെങ്കിൽ വാട്ടറിന്റെ ഇഫക്റ്റ്, പോർ വാട്ടർ പ്രഷറും കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ആ പോർ വാട്ടർ പ്രഷർ കുറഞ്ഞു കളഞ്ഞിട്ട് വേണം, വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് കുറച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ കാണാൻ നേരത്തുള്ള വെയിറ്റ് ഇടാൻ. അതുകൊണ്ടാണ് ഗാമ ഡാഷ് നമ്മൾ എടുക്കാൻ കാരണം. ക്ലിയർ ആയോ? ഇനി ഞാൻ ചോദിക്കട്ടെ, സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും? സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു കേസിൽ എങ്ങനെ ഇക്വേഷൻ എഴുതും?
സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ ഇക്വേഷൻ നോക്കിയിട്ട് പറയാമോ? 1.2 വരുന്നത്. Q is equal to 1.2 വരുന്നത്. C dash NC പ്ലസ് ഗാമ ഡാഷ് വരും അവിടെ, അതാണ് വ്യത്യാസം. ഗാമ ഡാഷ് DF/NQ പ്ലസ് 0.4 ഗാമ ഡാഷ് B N ഗാമ ആയിരിക്കും. ഇക്വേഷൻ സ്റ്റാൻഡേർഡ് തന്നെ, പക്ഷേ വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസിലാവുമ്പം സെക്കൻഡ് ടൈമിലും തേർഡ് ടൈമിലും ഗാമയ്ക്ക് വ്യത്യാസം വരും, ഗാമ ഡാഷ് ആവും. ആ രീതിയിൽ നിങ്ങൾ എഴുതി വെക്കണ്ട, ആ രീതിയിൽ ആക്കണം എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇങ്ങനെ എഴുതുമ്പോൾ ഒരുപാട് ഇക്വേഷൻസ് ആവും, പിന്നെ അവസാനം നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ സ്റ്റാൻഡേർഡ് കേസ് പഠിച്ചു വെക്കുക, വാട്ടർ ടേബിളിന്റെ പൊസിഷൻ വരുന്നതും, എന്നിട്ട് സ്ക്വയറും സർക്കുലറും ആവുമ്പം എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, അടുത്ത സെക്കൻഡ് കേസാണ് ഇത്. വാട്ടർ ടേബിള് ബേസിൽ നിന്ന് എ ഡിസ്റ്റൻസ് മാറി, ബേസിൽ നിന്ന് എ ഡിസ്റ്റൻസ് മാറി. ഈ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എ ആണ്, ഈ ഡിസ്റ്റൻസ് DW. ഗ്രൗണ്ട് സർഫസിൽ നിന്ന് വാട്ടർ ടേബിൾ വരെയുള്ള ഡിസ്റ്റൻസ് DW. ബേസിൽ നിന്നാണെങ്കിൽ സ്മോൾ ലെറ്റർ എ. Equation Q equal to CNC into gamma DW plus gamma dash DF minus DW into NQ plus 0.5 gamma dash B N gamma. തെറ്റിച്ച് പോകരുത്, ഇക്വേഷൻ തെറ്റിപ്പോയാൽ ഫുൾ പോകും. ഒരു ഡൗട്ട്. ഇപ്പോ സർക്കുലർ ആണെങ്കിൽ ഈ ക്യൂവിന്റെ ഫസ്റ്റ് C ആയിരിക്കും, സ്ക്വയർ ആണെങ്കിൽ 1.2 ഇടും, അങ്ങനെയാണോ മിസ്സേ? സ്ട്രിപ്പ് ആണെങ്കിൽ കോൺസ്റ്റന്റ് ആണ്, വേറെ കോൺസ്റ്റന്റ്സ് ഒന്നുമില്ല. സ്ട്രിപ്പ് ഫൂട്ടിങ് സ്ട്രിപ്പിന് കോൺസ്റ്റന്റ് ഇല്ലല്ലോ, CNC തന്നെയല്ലേ തുടങ്ങണേ. സ്ട്രിപ്പ് അല്ലെങ്കിൽ റെക്ടാംഗുലർ ആണെങ്കിൽ. സ്ക്വയർ ആകുമ്പോൾ ആദ്യത്തെ ടേമിന്റെ കൂടെ 1.2 കാണും, ലാസ്റ്റ് ടേമിന്റെ കൂടെ 0.4 കാണും. ഓക്കെ, സർക്കുലർ ആണെങ്കിലും ആദ്യത്തെ ടേമിന്റെ കൂടെ 1.2 ഉണ്ട്, ലാസ്റ്റ് ടേമിന്റെ കൂടെ 0.3 ആയിരിക്കും. ആ കോൺസ്റ്റന്റ് മാറും, ബാക്കി എല്ലാ ടേമുകളും ഈ ഇക്വേഷൻ പോലെ. ഓക്കെ, എഴുതിയോ? ഫിഗർ വരച്ചോ? DF minus DW വരെ 8 പോരെ? DF minus DW 8 ആലും മതി. അവിടെ A ഇട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ അറിയണം A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നതെന്നുള്ളത്. A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മോളിൽ നിന്ന് മെഷർ ചെയ്തതായിട്ട് എഴുതി കഴിഞ്ഞാൽ പ്രോബ്ലം മൊത്തം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് അവിടെ A ഇട്ട് ഇക്വേഷനിൽ കാണിക്കാത്തത്. ആരും ഈ താഴെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യത്തില്ല Aനെ. എല്ലാവരും മോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് എടുക്കും.
എഴുതിയോ? എഴുതിയോ? എഴുതി മിസ്. ഓക്കെ. ഇനി മൂന്നാമത്തെ കേസ്, കേസ് 3. വാട്ടർ ടേബിൾ ബേസിലാണെങ്കിൽ, ഓക്കെ, വാട്ടർ ടേബിള് ബേസിലാണെങ്കിൽ, ഫൗണ്ടേഷൻ്റെ ബേസിലാണെങ്കിൽ, ഇക്വേഷൻ സി എൻ സി പ്ലസ് ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് 0.5 ഗാമ ഡാഷ് ബി എൻ ഗാമ, ലാസ്റ്റ് ടേമിൽ മാത്രം ഗാമ ഡാഷ് വരും. ഇതിൽ ശരിക്കും വാട്ടറിന്റെ എഫക്റ്റ് വരേണ്ട ആവശ്യമുണ്ടോ? വാട്ടറിന്റെ എഫക്റ്റ് ലാസ്റ്റ് ടേമിൽ വരും. അത് ഡെറിവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും ആ പോയിന്റിൽ വന്നു കഴിയുമ്പോഴേക്കും സോയിലിൽ വാട്ടറിന്റെ പ്രഷറും കൂടെ വരുന്നുണ്ട്. ബേസിൽ വരുമ്പോൾ പോർ വാട്ടർ പ്രഷറിന്റെ ഇഫക്റ്റ് വരും അതിനകത്ത്. വാട്ടർ ടേബിൾ എവിടെയാണെങ്കിലും ബിയറിംഗ് കപ്പാസിറ്റിയിൽ എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. നാലാമത്തെ കേസ്, വാട്ടർ ടേബിള് ബേസിൽ നിന്ന് സ്മോൾ ലെറ്റർ ബി ഡിസ്റ്റൻസ് താഴെയാണെങ്കിൽ, വാട്ടർ ടേബിള് ബേസിൽ നിന്ന് സ്മോൾ ലെറ്റർ ബി ഡിസ്റ്റൻസ്, കണ്ടോ ഇത്, ബേസിൽ നിന്ന് സ്മോൾ ലെറ്റർ ബി ഡിസ്റ്റൻസ് താഴെയാണ് വാട്ടർ ടേബിൾ എങ്കിൽ അതിൽ നമ്മൾ രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ബി, അതായത് ഈ ബേസിൽ നിന്ന് വാട്ടർ ടേബിൾ ഇരിക്കുന്ന ഡിസ്റ്റൻസ് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ബി ആയിരിക്കണം. അതായത് ഫൗണ്ടേഷന്റെ വിഡ്ത്തിന്റെ കുറവായിരിക്കണം, ഈക്വലോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ക്യു യു ഇസ് ഈക്വൽ ടു സി എൻ സി പ്ലസ് ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് 0.5 ഗാമ ബാർ ബി എൻ ഗാമയാണ്. ഗാമ ബാർ കാണാനുള്ള ഇക്വേഷൻ ഇത്. ഓക്കെ. ഇനി ഈ സ്മോൾ ലെറ്റർ ബി ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, ക്യാപിറ്റൽ ലെറ്റർ ബി ആണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ തന്നെ വരും. സി എൻ സി മീൻസ് ആദ്യത്തെ മീൻസ് തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ സി എൻ സി പ്ലസ് ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് 0.5 ഗാമ ബി എൻ ഗാമ. ഈ രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഫൗണ്ടേഷന് താഴെയാണ് വാട്ടർ ടേബിൾ എങ്കിൽ നമ്മൾ ചെയ്യാം.
എഴുതിയോ? ഹലോ, ഫസ്റ്റ് കേസ് എഴുതി മിസ്സേ. എഴുതി? ഇക്വേഷൻ എഴുതിയോ എല്ലാരും? എഴുതി മിസ്. ഓക്കെ, ഞാൻ ഇപ്പൊ ബ്രേക്ക് തരട്ടെ, എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് കയറും. ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിർത്താം. അപ്പൊ ഈ വാട്ടർ ടേബിളിന്റെ 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. 3 അല്ലെങ്കിൽ 2. ഓക്കെ, 8:45 കയറാമോ? ആ ഓക്കെ മിസ്സേ. ഓക്കെ.